പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വം ഈ വചന സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ മേലും വെളിപ്പെടുവാൻ കർത്താവ് ഈ പ്രഭാതത്തിൽ ഇന്നിടയാക്കട്ടെ. ദൈവത്തിന്റെ ജീവനുള്ള വചനം ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനം ഇങ്ങനെയാണ് നമ്മോട് പറയുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ആഴത്തിനു മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ഉൽപ്പത്തി എന്ന പേരിന്റെ അർത്ഥം തന്നെ ഉത്ഭവം എന്നാണ്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം, നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് നൽകിയ നമ്മുടെ കർത്താവാണ് നമ്മുടെ ദൈവമെന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവം സൃഷ്ടിച്ച ആകാശവും ഭൂമിയിലും പാഴു ശൂന്യമായിരുന്നു എന്നതാണ് തിരുവെഴുത്ത് നമ്മോട് പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു ആത്മസാന്നിധ്യം അന്ന് ഉണ്ടായിരുന്നുവെന്ന് തിരുവെഴുത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. ഇരുളിനെയും വെളിച്ചത്തെയും തമ്മിൽ ദൈവം വേർതിരിച്ചു. ബൈബിൾ അങ്ങനെയാ പറയുന്നത്. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. വെളിച്ചത്തിന്റെ ഒരു പ്രത്യേകത, വെളിച്ചമുള്ളിടത്ത് ഒരിക്കലും ഇരുളില്ല. പ്രിയമുള്ളവരെ, 100 വർഷം അടച്ചിട്ട ഒരു റൂമിൽ ഒരു പ്രകാശം കടന്നു വന്നാൽ ആ റൂമിലുള്ള അന്ധകാരം മുഴുവൻ മാറിപ്പോകും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെയാണ്. അടയപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിൽ, ഇരുള് നിറഞ്ഞിരിക്കുന്ന അന്തരീക്ഷത്തിൽ ദൈവത്തിന്റെ തേജസ്, കർത്താവിന്റെ ശക്തി ഇറങ്ങി വന്നാൽ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള എല്ലാ ഇരുട്ടും മാറിപ്പോകും. ഇരുട്ട് മാറിപ്പോകുമ്പോൾ വെളിച്ചം കടന്നു വരും. വെളിച്ചം ഇരുട്ടിനെ തള്ളിക്കളയുക. വെളിച്ചം വന്നാൽ ഇരുട്ടില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ അകത്ത് വെളിച്ചം തരേണ്ടതിനാണ് കർത്താവ് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. ഇവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. സന്ധ്യയായി, ഉഷസ്സായി 1-ാം ദിവസം. ദൈവത്തിന്റെ സൃഷ്ടിയുടെ 1-ാം ദിവസം ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം നടത്തുന്നത്, ദൈവം നല്ലതെന്ന് കാണുവാൻ ഇടവന്നു. ഇരുട്ടിൽ നിന്ന് വലിയൊരു പ്രകാശത്തിലേക്ക്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച സകല മനുഷ്യരെയും അവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം രാജകീയ പുരോഹിത ഗണവും സ്വന്തം ജനവുമായി നമ്മെ ദൈവം വേർതിരിച്ചല്ലോ. എവിടുന്നാ വിളിച്ചത്? അന്ധകാരത്തിൽ നിന്ന്. എങ്ങോട്ടാണ്? അത്ഭുത പ്രകാശത്തിലേക്ക്. ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ ഓർക്കണം, ഒരിക്കൽ അന്ധകാരത്തിലായിരുന്നു. ഇപ്പോൾ അന്ധകാരത്തിന്റെ അവസ്ഥയിൽ ആണെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മുടെ അകത്തേക്ക് കടന്നു വരുമ്പോൾ അന്ധകാരമെല്ലാം അവിടുന്ന് മാറിപ്പോകും. അന്ധകാരം ഒരിക്കലും ഉണ്ടാകാൻ ഇടവരാത്ത വണ്ണമാണ് ദൈവത്തിന്റെ പ്രകാശം. വെളിച്ചം, ദൈവത്തിന്റെ ശക്തി, അവന്റെ മഹത്വം ഇറങ്ങി വരുന്നത് കാണാൻ കഴിയുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. സമസ്തവും അവൻ മുഖാന്തരം ഉളവായി. ഒന്നും അവനെ കൂടാതെ ഉളവായില്ല. അവന് ജീവനുണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഈ വെളിച്ചം ഇരുളെല്ലാം നീക്കിയ വെളിച്ചമാണ് നമ്മുടെ അകത്ത് ദൈവം പ്രകാശിപ്പിക്കുന്നത്. 1-ാം ദിവസം ദൈവം ലോകത്തെ സൃഷ്ടിച്ച്
അന്ധകാരത്തിന്റെ എല്ലാ ബന്ധനവും മാറ്റി പകലും രാത്രിയായി വേർതിരിച്ചതുപോലെ പാപത്തെയും ദൈവിക കൃപയും തമ്മിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവം വേർതിരിച്ചു നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ വലിയൊരു പ്രത്യേകത നമ്മുടെ ജീവിതത്തിൽ ദൈവം നടത്തിയിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിന്റെ പ്രവർത്തനത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ വചന സന്ദേശം ദൈവം എൻ്റെ ഹൃദയത്തിലാണ് വേർതിരിച്ചത്, ഞാൻ കർത്താവിനോട് കൂടെ ആയിരിക്കാൻ കർത്താവാണ് ഇടയാക്കിയത്. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ. കർത്താവേ, വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ഇരുളിനെയും വെളിച്ചത്തെയും തമ്മിൽ വേർതിരിച്ച് പകലെന്നും രാത്രിയെന്നും പേര് കൊടുക്കുമ്പോൾ വെളിച്ചം നല്ലതാണെന്ന് കണ്ട കർത്താവിന്റെ വലിയ പ്രവൃത്തി ഇന്ന് എൻ്റെ ജീവിതത്തിൽ ദൈവിക വെളിച്ചത്തെ കണ്ടനുഭവിക്കുവാൻ എൻ്റെ കർത്താവ് ഇന്ന് ഇടയാക്കണമേ. അവിടുത്തെ കൃപയാൽ അങ്ങ് എന്നെ നയിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.